ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമം ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിൽ വാഴ്ത്തപ്പെടുന്നതാകട്ടെ. ഒരുപാട് കാലം കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇതുവരെയും നമ്മളെ നടത്തി, ഇതുവരെയും നമ്മെ പരിപാലിച്ച്, ഇതുവരെയും നമ്മെ സുഖത്തോടും ക്ഷേമത്തോടും നമുക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും ഒന്നുപോലും കുറയാതെ സ്തോത്രം നൽകി തന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയെ പകൽക്കാലം 73-ാം സങ്കീർത്തനത്തിലേക്ക് ക്ഷണിക്കുക. ആസാഫിനാൽ എഴുതപ്പെട്ട ഒരു സങ്കീർത്തനം എന്നാണ് നമ്മൾ ഈ സങ്കീർത്തനത്തെ കുറിച്ച് കാണുന്നത്. പല വേദപണ്ഡിതന്മാരും ആസാഫിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് തൻ്റെ ചുറ്റും നടക്കുന്ന, പ്രത്യേകിച്ചും ആലയത്തിന്റെ അകത്ത് നടക്കുന്ന, ദൈവ ആലയത്തിനുള്ളിൽ നടക്കുന്ന അനീതികളും വ്യസനകരമായിരിക്കുന്ന കാര്യങ്ങളെ കണ്ട് മനം നൊന്തുപോയ ഒരു ഭക്തനായി ആസാഫിനെ ചിത്രീകരിക്കാറുണ്ട്. അതിനേറെ പ്രചോദനപ്പെടുത്താറുള്ള ഒരു ഭാഗമാണ്. പ്രിയമുള്ളവരെ, ദൈവ ആലയത്തെ കുറിച്ചുള്ള എരിവുള്ളവൻ ദൈവാലയത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഏറെ ജാഗ്രത ഉള്ളവനായിരിക്കും. സ്വന്തം കുടുംബത്തെ കുറിച്ച് ചിന്തയുള്ളവൻ കുടുംബത്തിനകത്ത് എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നോക്കും, ഇല്ലേ? എന്തെങ്കിലും എവിടെയെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അത് ശരിയാക്കത്തക്കവണ്ണം അവൻ സത്യമായിട്ടും അതിനകത്ത് ഇടപെടുവാനായിട്ട് വിചാരിച്ചു. ഒരുപക്ഷെ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം സ്വന്തം കുടുംബത്തെ കുറിച്ച് വലിയ ചിന്തയൊന്നുമില്ലെന്നുള്ളതാണ്, അല്ലേ? പ്രസംഗ വിഷയം അതല്ല. എന്നിരുന്നാലും പശ്ചാത്തലത്തെ കുറിച്ച് ആസാഫിന്റെ സങ്കീർത്തനങ്ങളെല്ലാം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രത്യേക ചിന്താഗതി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സങ്കീർത്തനത്തിൽ ആസാഫ് എഴുതി വരുമ്പോൾ, ചിന്തിച്ചു വരുമ്പോൾ, ദൈവസന്നിധിയിൽ പാടുമ്പോൾ രണ്ടു തരത്തിലുള്ള ആളുകളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏറ്റവും അവസാനത്തെ വാക്യങ്ങളിലാണ് നമുക്ക് ആ രണ്ടു കൂട്ടരെ കൃത്യമായി തരംതിരിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. കണ്ടോ? ഒരു കൂട്ടർ നിന്നോട് അകന്നിരിക്കുന്നവർ. 28-ന്റെ ആദ്യം കാണുക, ഇതാ ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു കൂട്ടർ. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലാണ് ഞാൻ കരുതുക, വായിച്ച ഒരു ഓർമ്മയില്, അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്. ഭാഗവത് വായിക്കൊള്ളട്ടെ. തന്നോട് അടുത്തിരിക്കുന്ന ജനമായി തന്റെ ഭക്തന്മാർക്ക് അവനൊരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. മറ്റൊരു ഭാഗം വായിക്കുമ്പോൾ താൻ തിരഞ്ഞെടുത്ത് തന്നോട് അടുപ്പിക്കുന്ന ഒരു ജനം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയം തന്നോട് അടുത്തിരിക്കുന്നവർ എന്നുള്ളതാണ്. തന്നോട് അടുത്തിരിക്കുന്നവർ. സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തില് ചില പ്രിയപ്പെട്ടവരുണ്ട് നമ്മളോട് അടുത്തിരിക്കുന്നവർ, ചില പ്രിയപ്പെട്ടവരുണ്ട് നമ്മളോട് അല്പം അകലം പാലിക്കുന്നവർ. ഇവരെ രണ്ടുപേരും തിരിച്ചറിയുന്ന എങ്ങനെയാണ്? അകലം പാലിക്കുന്നവരെ സ്നേഹം നടിക്കും, ആത്മാർത്ഥമായ ഇടപെടലുകൾ നമ്മളോട് കൂടെ ഉണ്ടാകത്തില്ല. കല്യാണത്തിന് വിളിച്ചാൽ ഒരു ഉദാഹരണം പറയാം. അടുത്തിരിക്കുന്നവർ 2 ദിവസം മുന്നേ വന്ന എല്ലാ കാര്യങ്ങളിലും സഹകരിക്കും. ചിലർ അടുപ്പം നടിക്കും, ചോദിക്കും ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണോ, വരണോ എന്ന് പറഞ്ഞാൽ തീർന്നു. അയ്യോ അന്നാണോ, അന്നൊരു തിരക്കുണ്ടായിരുന്നു കേട്ടോ എന്ന് പറയും. പക്ഷെ അടുത്തിരിക്കുന്നവരെ ചോദിക്കത്തൊന്നുമില്ല. അവരിങ്ങ് വരും, എന്നാ ചെയ്യണ്ടേ, എന്തുവാ ചെയ്യാനുള്ള എന്ന് ചോദിച്ച് കാര്യങ്ങളിൽ ഇടപെടുവാനായിട്ട്.
അത് അടുത്തിരിക്കുന്നവരുടെ ഒരു പ്രത്യേകതയാണ്. അടുത്തിരിക്കുന്നവർ തുറന്നിടപെടും. അടുപ്പമുള്ളവരാ പലപ്പോഴും നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മളെ കുറിച്ച് യാതൊരു ചില ആളുകളുണ്ട് വെറുതെ എപ്പോ നോക്കിയാലും കുറ്റം പറയുന്നത്, അവരെയല്ല ഞാൻ പറയുന്നത്. എന്നിരുന്നാലും നമ്മളോട് അടുത്തിരിക്കുന്നവര് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ചില തെറ്റുകളുള്ളപ്പം നമ്മളോട് പറയായോ ആ ചെയ്തോണ്ടല്ലോ, അത് അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ചെയ്തിരുന്നത് നല്ലതായിരുന്നു എന്ന് നമ്മളോട് പറയും. അടുപ്പില്ലാത്തവർ കണ്ടല്ല, അവൻ ചെയ്താൽ എനിക്കെന്നാ എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോകും. അത് ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം. നമുക്ക് ഈ അടുത്തിരിക്കുന്നതിൻ്റെയും അകന്നിരിക്കുന്നതിൻ്റെയും ചില പ്രാക്ടിക്കലായിട്ടുള്ള ഉദാഹരണം. ഇവിടെ അങ്ങനത്തെ ഒരു അടുത്തിരിക്കലിനേക്കാൾ അടുത്ത ഘട്ടത്തിലുള്ള ഒരു അടുത്തിരിപ്പാണ് ഇവിടെ കാണുന്നത്. ദൈവത്തോട് അടുത്തിരിക്കുന്നത്. അവരുടെ ചില പ്രത്യേകതകൾ, ദൈവം അവരോട് ചെയ്യുന്ന ചില പ്രത്യേകമായിരിക്കുന്ന ദൈവിക ഇടപെടലുകളെ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുക: ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവൻ ആകുന്നു നിശ്ചയം. നോക്കുക, ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ഒരു ഗുണവിശേഷം, ഒരു സവിശേഷത എന്ന് പറയുന്നത് അവൻ നിർമ്മല ഹൃദയമുള്ളവരായിരിക്കും. മറന്നു പോകരുത്. നമ്മുടെ ഹൃദയങ്ങൾ നിർമ്മലമാണോ എന്ന് ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ദൈവത്തോടെ ഏറെ അടുത്തിരിക്കുന്നവരായിട്ടാണ് നമ്മൾ നമ്മളെ തന്നെ ചിത്രീകരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ നിർമ്മലതയുണ്ടോ? നിർമ്മലമായിട്ടാണോ നാം മനുഷ്യരോട് ഇടപെടുന്നത്? അടുത്തിരിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ അടുത്തിരിക്കുന്നവരുടെ പ്രത്യേകതയാണ് അവർ വളരെ നിർമ്മല മനസാക്ഷിയോടുകൂടിയാണ് ഇടപെടുന്നത്. മറച്ചു വെക്കാനുള്ള ഒരു ശ്രമം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. എന്നല്ല ഒരു വ്യക്തി നമ്മളോട് ചിലതൊക്കെ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നുവോ അതല്ല, ഞാൻ ആ ബന്ധങ്ങളിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സത്യമുണ്ട്, അവർ നമ്മളോട് അല്പം അകൽച്ചയുള്ളവരാണ്. സ്തോത്രം. നമ്മളോട് അടുത്തവരല്ല. നമ്മളോട് അടുത്തു വരാൻ ഒരുപക്ഷെ ആഗ്രഹം ഉണ്ടായിരിക്കാം, അറിയത്തില്ല. പക്ഷേ നമ്മളോട് മറച്ചു വെക്കാൻ ശ്രമിക്കും തോറും നമ്മളോട് അവർക്ക് ദൂരമുണ്ടെന്നുള്ളത് നാം തിരിച്ചറിഞ്ഞു പോകണം. അവിടെ നാം അകന്നു പോകുവാൻ ശ്രമിക്കുകയല്ല, നമ്മളാലാവോളം ആ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ തക്കവണ്ണം 1 മൈൽ ദൂരം മുന്നോട്ട് പോകണമെങ്കിൽ പോകാൻ ഞാൻ തയ്യാറാകണം. കാരണം ഞാൻ ദൈവത്തോട് അടുത്തിരിക്കുന്നവനാ. എൻ്റെ ഹൃദയം നിർമ്മലമായിരിക്കണം. തെറ്റിദ്ധരിക്കരുത്. ദൈവം ഈ നാളുകളിൽ എന്നോട് ഇടപെടുന്ന ചില ഭാഗങ്ങളാണ്. എൻ്റെ ഹൃദയം നിർമ്മലമായിരിക്കണം. ഞാൻ ദൈവത്തോട് അടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയം എന്നോട് ഇടപെടുന്നവന്റെ ഹൃദയം നിർമ്മലമല്ലെങ്കിലും അവനാൽ അകൽച്ച വെച്ചാലും ഞാൻ അവനോട് അടുത്തിരിക്കാൻ തക്കവണ്ണം എന്നാലാവോളം പരിശ്രമിക്കേണ്ടുന്ന ഒരു ആവശ്യകത ഒരു ദൈവവൈദ്യരുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഒന്നുകൂടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകട്ടെ. ദൈവസന്നിധിയോടുള്ള അടുപ്പം, പ്രിയമുള്ളവർ, അത് നമ്മൾ കൊണ്ടുവരുന്ന ഒന്നിന്റെ അപ്പുറത്താണ്. ദൈവത്തോട് അടുക്കുക എന്ന് പറയുന്നതിനകത്ത് മേജർ പാർട്ട് അല്ലെങ്കിൽ അതിന്റെ മുഖ്യ പങ്ക് വഹിക്കുന്നത് ദൈവമാണെന്നാണ് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതിന് ചില ഉദാഹരണങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. തന്നോട് തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന ഒരു ദൈവസ്നേഹം. അപ്പൊ ചോദിക്കും, ദൈവം പക്ഷഭേദമുള്ളവരാണോ എന്നൊരു പക്ഷെ ചോദിച്ചേക്കാം. എനിക്കതിന് ഉത്തരമില്ല, എനിക്കതിന് സത്യമായിട്ടും ഉത്തരമില്ല. പക്ഷേ റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്കൊക്കെ നാം കടന്നു ചെല്ലുമ്പോൾ നാം അവിടെ കാണുകയാണ്. 8-ാമത്തെ അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം ഒരാൾ വായിക്കാമോ? റോമർ 8:30. കണ്ടോ, നീതീകരണം എന്നുള്ള പാർട്ട്, നിർമ്മലീകരിക്കുക, നീതീകരിക്കുക എന്നുള്ള പാർട്ട് അതാര് ചെയ്യുന്നതാ? ദൈവവചനം നിഷ്പക്ഷമായി എവിടെ ആരെ അതിനെ എതിർത്താലും ദൈവത്തിന്റെ വചനം നിഷ്പക്ഷമായി വിവിധ രീതികളിൽ, വിവിധ ഇടങ്ങളിൽ,
വിളിച്ചു പറയുന്നു, നിർമ്മലീകരിക്കപ്പെടുവാൻ മനുഷ്യന് സ്വയമേ കഴിയുന്നതല്ല. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ അവനെ പോലെ ദൈവത്തോട് അടുക്കാൻ ശ്രമിച്ചവൻ മറ്റാരുമില്ല. ഇന്നും നമ്മൾ കാണുന്നില്ലേ, നഗ്നപാതരായി വ്രതമനുഷ്ഠിച്ച് എത്രത്തോളം ത്യാഗം സഹിച്ച് ദൈവത്താലുള്ള നീതീകരണം പ്രാപിക്കുവാൻ കഴിയുമോ എന്ന് സ്തോത്രം, തങ്ങളുടെ അധ്വാനത്താലും ശ്രമത്താലും പണത്താലും ത്യാഗത്താലും മനുഷ്യൻ ശ്രമിച്ചിട്ടും ദൈവവചനം വിളിച്ചു പറയുന്നു, അവരെല്ലാം പാപത്തിന്റെ അടിയിൽ തന്നെയാണ് കിടക്കുന്നത്. നീതീകരണം ദൈവത്താൽ മാത്രമാണ് ദൈവവചനം ഉറപ്പു പറയുന്നത്. തർക്കമറ്റ ഒരു ദൈവവചന സത്യമാണ്. നമ്മൾ കൊടുക്കുന്ന കാശ് കൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെടത്തില്ല. നമ്മുടെ ത്യാഗപ്രവർത്തികൾ കൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെടുന്നില്ല. സ്തോത്രം, നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികളെ അതിനെ കുറിച്ച് പ്രവാചകൻ പറയുകയാണ്, ഒരു മനുഷ്യൻ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും അവയെല്ലാം കറപുരണ്ട തുണിക്ക് സമമാണ്. അതിലെല്ലാം ചില കറയുടെ അംശങ്ങളുണ്ട്. അതിലെല്ലാം പാപത്തിന്റെ ചില സ്തോത്രം റൂട്ട് കോസസ് നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അതിന്റെ വേരുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നീതീകരണം ദൈവത്തിൻ്റെതാ. ജസ്റ്റിഫിക്കേഷൻ ബൈ ഗോഡ്. അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന നമ്മുടെ ഭാഗത്തുള്ള ഘടകം നമുക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ഭാഗത്തുള്ള ഘടകം, നാം ചെയ്യുന്നത്, നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് വിശ്വാസം മുഖാന്തരമാണ് നീതീകരണം ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. എന്തിനുള്ള വിശ്വാസം? അപ്പോസ്തല പ്രവൃത്തി 4:12 വായിക്കുമ്പോൾ നാം ഇങ്ങനെ പറയുന്നു, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഭൂമിയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. അപ്പോൾ ആരും വിശ്വസിക്കണം? നീതീകരണം തരുന്നത് ദൈവമാ. പക്ഷെ നീതീകരിക്കപ്പെടാൻ യേശു ക്രിസ്തുവിൽ ഏക രക്ഷകനിൽ ഞാനും നിങ്ങളും വിശ്വസിപ്പാനായിട്ട് ഇടയായി തീരണം. വേറെ വഴിയില്ലെന്ന്. ഈ വായിക്കുന്ന വചനം സത്യമാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് സത്യമാണ്. അതുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അല്ല, ഇതിലും നല്ല ആകർഷണീയമായ എത്ര അധികം പുസ്തകങ്ങളുണ്ട്. വായിച്ചാൽ വായിക്കുന്നവനും പ്രസംഗിച്ചാൽ കേൾക്കുന്നവനും നീതീകരണം എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി പ്രശ്നമുള്ള കേസാണ്. യേശുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രശ്നമുള്ള കേസാണ്. സ്തോത്രം. പക്ഷേ പ്രിയമുള്ളവരെ, ഇതേക സത്യ ദൈവത്താൽ നൽകപ്പെട്ട സത്യവേദ പുസ്തകമാകയാൽ, സത്യവചനമാകയാൽ എനിക്കും നിങ്ങൾക്കും ഇതിൽ വിശ്വസിക്കുന്ന ഏറെ നല്ലത്. സ്തോത്രം. നീതീകരിക്കുന്നവൻ ദൈവം. നീതീകരണം അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ എനിക്കും നിങ്ങൾക്കുമുള്ള വിശ്വാസത്താൽ ലഭിക്കുന്നത് എന്ന് വേദപുസ്തകം നിഷ്പക്ഷമായി വിളിച്ചു പറയുന്നു. എന്നാൽ ഈ സങ്കീർത്തനത്തിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ ഈ രക്ഷയുടെ ഒരു കണ്ടിന്യൂവേഷൻ, സ്തോത്രം, രക്ഷാ തത്വശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് പൊതുവിൽ പഠിപ്പിക്കുന്ന പൊതുവായി ഉള്ള ഡിനോമിനേഷനുകളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നാം രക്ഷിക്കപ്പെടും എന്നുള്ള ഒരു തത്വം നിലനിൽക്കുന്നുണ്ട്. സ്തോത്രം. അതിലെ ഒരു വർത്തമാനകാലത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. അതാണ് അതിന്റെ 13-14 വാക്യങ്ങളിൽ നാം കാണുന്നത്. സങ്കീർത്തനത്തിലാണേ, അവിടെ സങ്കീർത്തനക്കാരൻ പറയാം, ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഞാനും നിങ്ങളും നീതീകരിക്കപ്പെട്ടപ്പോൾ തന്നെ ആ നീതീകരണത്തിന്റെ തുടർച്ച എന്ന് പറയുന്നത് ഞാനും നിങ്ങളും അവൻ പറഞ്ഞ പാതയിൽ, വിശുദ്ധിയുടെ പാതയിൽ ദിനംതോറും നമ്മെ തന്നെ പുതുതാക്കി ദൈവസന്നിധിയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നീതീകരണം ദൈവത്താലാണെന്നുള്ള, അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ ബൈ ഗോഡ് എന്നുള്ള തിയറി ഫ്ലോപ്പായി പോകുന്നത്, പരാജയപ്പെട്ടു പോകുന്നത് ദിനംതോറുമുള്ള വിശുദ്ധീകരണത്തെ കുറിച്ചുള്ള പ്രസംഗമില്ലാതാകുമ്പോഴാണ്. അല്ലെങ്കിൽ അത് തെറ്റല്ല. നാം വിശുദ്ധിയിൽ നമ്മുടെ കരങ്ങളെ കഴുകുവാൻ
വിശുദ്ധീകരണത്തിൽ എന്റെ ചിന്താഗതികളെ, എന്റെ നടപ്പുകളെ, എന്റെ ജീവിത രീതികളെ ദൈവീക വിശുദ്ധി, അതിന് മാനദണ്ഡമില്ല. മാനുഷിക തത്വങ്ങളല്ല, മറന്നുപോകരുത്. മാനുഷിക തത്വങ്ങളല്ല എനിക്കും നിങ്ങൾക്കും ഫോളോ ചെയ്യുവാനുള്ള മാനദണ്ഡം. മറിച്ച് ഈ ദൈവവചനമാകുന്ന മാനദണ്ഡം വെച്ചുകൊണ്ട് ഇതൊരു മെഷർമെന്റ് യൂണിറ്റ് ആയിട്ട് വെച്ചുകൊണ്ട് നാം ഇതിനൊത്തവണ്ണം വിശുദ്ധിയിൽ ജീവിക്കേണ്ടതുണ്ട് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു, എന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയത്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രോസസ്സ് നടത്താറുണ്ടോ? നമ്മള് ദൈവം ചെയ്ത നന്മകളെ ഞാനും പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടോ. പലപ്പോഴും പറയാറുണ്ട്, എന്നും വൈകുന്നേരം ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം എന്ന് നമ്മൾ പ്രസംഗിക്കാറുണ്ട്. വേണ്ട, നല്ല കേട്ടോ പറയുന്നത്, ചെയ്യേണ്ടതാണ്. എന്നാൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് സ്വയം പരിശോധിക്കുന്ന ഒരു അനുഭവം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നാം സ്വയം പരിശോധിക്കപ്പെടുമ്പോൾ പലപ്പോഴും നാം നമ്മിൽ തന്നെ നീതീകരിക്കപ്പെടുകയാണോ ചെയ്യുന്നത്? അതോ ദൈവീക ന്യായാസനത്തിന് മുമ്പിൽ നമ്മെ ഒന്ന് നിർത്തിക്കൊണ്ട് ദൈവിക കൽപ്പനകളുടെ മാനദണ്ഡ പ്രകാരം നമ്മെ ഒന്ന് പരിശോധിക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ? ദൈവത്തോട് അടുത്തിരിക്കുന്നവരുടെ പ്രത്യേകതയാണ് ഒന്ന്, ദൈവം അവനെ നീതീകരിച്ചു, അവനെ നീതീകരിക്കുന്നു. സ്തോത്രം. പക്ഷേ അവൻ വിശുദ്ധിയിൽ വളരുവാൻ തക്കവണ്ണം ഈ മാനദണ്ഡത്തിനൊത്തവണ്ണം ഇതിനോട് ചേർന്ന് നടക്കുവാൻ തന്നെ സമർപ്പിച്ചവനാണ് ദൈവത്തോട് അടുത്തിരിക്കുന്നത്. അല്ലാതെ ആരെല്ലാം പാസ്റ്ററായിരിക്കുന്ന ഞാനാണേലും ആ ഒരു പ്രോസസ്സിന് തയ്യാറാകാതെ, ഞാൻ ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നവനാ, ഞാൻ ദൈവത്തിന്റെ സ്ഥാനാവധിയാ, ദൈവത്തിന്റെ പ്രതിപുരുഷനാ, ഞാൻ പറയുന്നൊക്കെ കേൾക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറയും മണ്ട, മൂഢ എന്നെ വിളിപ്പാനായിട്ട്. മറന്നു പോകരുത്, നാം ദൈവത്തോട് അടുത്തിരിക്കുന്നുവോ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വിശുദ്ധീകരണത്തിന്റെ പ്രവർത്തനമാണ്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാകണമെങ്കിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളും മറ്റുള്ളവർ വേഗം ഒന്ന് വായിച്ചാൽ മാത്രം മതി. യാക്കോബിന്റെ ലേഖനം 4:8 ഒന്ന് വായിക്കണേ വേഗത്തിൽ. എബ്രായർ 10:19-22, യാക്കോബിന്റെ ലേഖനം 4:8. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പരിശുദ്ധ ജീവൻ കണ്ടോ, നീതീകരണവും വിശുദ്ധീകരണവും സ്തോത്രം നമുക്ക് ഒരുക്കി തന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. അടുത്തത് ദൈവത്തോട് അടുത്തു ചെല്ലുകയും. കണ്ടോ, നമ്മൾ ചെയ്യേണ്ടത് എന്തുവാ? ഈ വിശ്വാസ മുഖാന്തരം ദൈവത്തോട് അടുത്ത് ചെല്ലണം. എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ. എന്നെയൊക്കെ ഇങ്ങനെ വിളിച്ചാൽ ഞാൻ എന്ത് പറയുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും മുഖത്ത് നോക്കി പാപിയേ എന്ന് എന്നെങ്ങാനൊന്ന് വിളിച്ചാൽ എന്റെ പാസ്റ്ററയാണോ പാവിന്ന് വിളിക്കുന്നത്? നീയൊക്കെ എവിടുത്തെ വിശ്വാസിയാ എന്ന് ചോദിക്കല്ലേ? അപ്പോസ്തലൻ വിളിച്ചതേ പറയാ, പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ. നിങ്ങളുടെ കൈകളെ കണ്ടോ, സങ്കീർത്തനക്കാരൻ പറഞ്ഞെന്തുവാ? കുറ്റമില്ലായ്മയിൽ നമ്മുടെ കൈകളെ കഴുകണമെന്നാണ്. ഒഴിവൊഴിവില്ല, കൈകളെ വെടിപ്പാക്കുകയും. കണ്ടോ, രണ്ട് മനസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു മേഖലയാണ്. ദൈവമക്കളാണോ ചോദിച്ചാൽ ദൈവമക്കള്, ലോകത്തിന്റെ വഴിയാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ലോകത്തിലെ സകല സൗഭാഗ്യം ലോകത്തിന്റെ വഴിയാണ് ഏറ്റവും ഇഷ്ടം. രണ്ടിടത്തും മനസ്സ് വെച്ച് സ്വർഗരാജ്യ അവകാശമാക്കുവാൻ കഴിയത്തില്ല പ്രിയമുള്ളവരെ. തെറ്റിദ്ധരിക്കരുത്, ദൈവവചനം അങ്ങനെ തന്നെയാ. കർത്താവ് പറഞ്ഞ പറയുക, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെ ഒരുമിച്ച് സേവിക്കാൻ കഴിയത്തില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നല്ല പറയുന്നത്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ദിവസം വരും, നിനക്ക് നിന്റെ കർത്താവ് ഒന്നും അല്ലെങ്കിൽ ദൈവമായിരിക്കും, അല്ലെങ്കിൽ നിന്റെ കർത്താവ് മാമോനായി മാറും. പലരുടെയും ജീവിതം വിശ്വാസത്തോടെ തകർന്നു പോയത് ഈ മേഖലയിലാണ്. അവർ രണ്ടിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുവാൻ നോക്കി. ഒന്നിനെ വെച്ച് ദൈവത്തെ വെച്ച് മാമോനെ നീതീകരിക്കുവാൻ നോക്കി. പക്ഷെ അവസാനം അറിയാതെ മാമോന്റെ കീഴിൽ ജീവിതം സമർപ്പിച്ച് തകർന്ന നൗകയുമായി സ്വന്തം നിത്യനരകത്തെ നോക്കി ഓടുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയേണ്ട ദൈവകുഞ്ഞുങ്ങളെ, നമ്മുടെ കൈകളെ വെടിപ്പാക്കി
മനസ്സിലാക്കിക്കൊള്ളുക. നമ്മൾ ഇരുമനസ്സ് വിട്ട് ഏക മനസ്സുള്ളവരായി തീരുക. ഏക മനസ്സ് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവൻ നടക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധ വഴികളിലാണ്. ഇരുമനസ്സുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. വായിച്ചോ നമ്മളിപ്പോൾ സങ്കീർത്തനത്തിൽ. അടുത്തത് സങ്കടപ്പെട്ട് ദുഃഖിച്ച് ഇല്ലാത്തൊരു പ്രശ്നമായി ഇപ്പൊ നമുക്ക്. എനിക്കുണ്ട്, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പലപ്പോഴും ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അകന്നു പോയ അനുഭവങ്ങളിൽ സങ്കടമായി രൂപാന്തരപ്പെടാറുണ്ടായിരുന്നു. എത്ര കാലമായി നാം ചെയ്ത ചില തെറ്റുകളെ കുറിച്ച് ഓർത്ത് അനുതാപത്തോടെ കരഞ്ഞിട്ട്, പ്രിയമുള്ളവരെ, ഒരു കുത്തും കൊള്ളാത്തവനായി ഹൃദയത്തിൽ ഒരു ദണ്ണവും ഇല്ലാത്തവരായി പരിപൂർണ വിശുദ്ധരെന്നുള്ള ഒരു കപടാടെ അണിഞ്ഞുകൊണ്ട് എത്ര കാലമായി നാം ഈ ദൈവത്തെ ആരാധിക്കുന്നു. കാലം ദൈവം നമ്മളോടൊന്ന് വിളിച്ചു പറയുക, സ്നേഹത്തില് സ്തോത്രം, നമുക്കൊന്ന് കരയണം. ചില സങ്കടങ്ങൾ ഉണ്ടാകട്ടെ. അപ്പാ, ഞാൻ ഈ ചെയ്ത് തെറ്റിപ്പോയി കർത്താവേ, ഞാൻ അങ്ങിൽ നിന്ന് അകന്നു പോയത് തെറ്റിപ്പോയി, എനിക്കൊരു മടങ്ങി വരവ് വേണമെന്ന് കരയാൻ പറ്റുമോ? സ്തോത്രം. അടുത്ത് വായിക്കാം. സ്തോത്രം. നിങ്ങളുടെ ചിരി ദുഃഖമായി സന്തോഷം വിഷാദമായി തീരട്ടെ. ഇന്ന് തിരിച്ചാ പ്രസംഗിക്കുന്നത്. ഇങ്ങനെ പ്രസംഗിക്കുന്നവരെ ഇഷ്ടമല്ല, തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ സന്തോഷിപ്പീനെന്ന് ഞാൻ പിന്നെയും പറയുന്നു. ദൈവസന്നിധി വന്ന സന്തോഷം മാത്രമേ ഉള്ളെന്നാ പ്രസംഗിക്കുന്നത്. തിരിച്ചു പ്രസംഗിക്കട്ടെ. ദൈവസന്നിധിയോട് അടുത്ത് വരുമ്പോൾ ഞാൻ എത്രത്തോളം അധമനാണെന്ന് ഓർക്കുമ്പോൾ, ഇതാ ഈ പാവികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി മുഴങ്ങാതെ വീഴും. സങ്കടം കരച്ചിലുണ്ടാകുമെന്ന്. സ്തോത്രം. പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ പ്രിയമുള്ളവരെ. സ്തോത്രം. തുടർന്ന് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. നേരം മുൻപോട്ട് പോയിരിക്കുക. യാക്കോബിന്റെ ലേഖനത്തിലും ഏകദേശം തത്തുല്യമായ പദപ്രയോഗങ്ങൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തോട് അടുത്ത് വരുന്നത് സ്തോത്രം എന്നിലും നിങ്ങളിലും ഒരു വലിയ മാറ്റം ഉണ്ടാക്കണം. നിർമ്മലീകരിക്കുന്നവൻ ദൈവമാണ്. സ്തോത്രം. എന്നാൽ വിശ്വാസ മുഖാന്തരം ദൈവത്തോട് അടുത്തു ചെല്ലുകയും ദിനംതോറും വിശുദ്ധീകരണത്തിലൂടെ നടക്കുകയും ചെയ്യേണ്ടത് ഒരു ദൈവവേദന്റെ ആവശ്യം. അവസാനത്തെ 2 പോയിന്റ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. സ്തോത്രം. ഇങ്ങനെ ഉള്ളവർക്ക്, ഇങ്ങനെ ചെയ്താൽ മാത്രം പറയുകയില്ല, ഇങ്ങനെ ഉള്ളവർക്കുള്ള പ്രത്യേകത 26ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. ഞാൻ തന്നെ വായിച്ചു പോകുക. എന്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു, ദൈവം എന്നേക്കും എന്റെ ഹൃദയത്തിന്റെ പാറയും എന്റെ ഓഹരിയുമാകുന്നു. കണ്ടോ, ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു ദൈവവേദന ലഭിക്കാകുന്ന ഏറ്റവും വലിയ സ്തോത്രം അനുഗ്രഹം എന്താണെന്ന് അറിയാമോ? അവന്റെ മാംസം ക്ഷയിച്ചു പോവുക, അവന്റെ ഹൃദയം ക്ഷയിച്ചു പോവുക. ആസാമ് ചുറ്റും നടക്കുന്ന കാര്യങ്ങള്, ദൈവാലയത്തിൽ നടക്കുന്ന കാര്യങ്ങള്, സ്തോത്രം, ദൈവജനത്തിന്റെ ഇടയിലുള്ള സ്തോത്രം കാപട്യങ്ങളെ കണ്ടിട്ട് ഹൃദയം നൊന്തവനായി. ചില സമയത്ത് ഹൃദയം നൊന്തത്, ഞാനതിനെ ആ രീതിയിൽ കാണാറുണ്ട്. ചില ഹൃദയവേദനകൾ ശാരീരിക രോഗങ്ങളായി സ്തോത്രം ശരീരത്തിൽ അനുഭവപ്പെട്ടപ്പോൾ, ഇന്നത്തെ മെഡിക്കൽ സയൻസ് അതിനെ കുറച്ചുകൂടെ അംഗീകരിക്കും. സ്തോത്രം. ഇന്ന് നമ്മുടെ ഷുഗറിന്റെ ലെവൽ കൂടുന്നതിന്റെ ഒരു കാരണം എന്തുവാ? ഡോക്ടേഴ്സ് പറയുന്ന നമ്മൾ അനുഭവിക്കുന്ന എക്സ്ട്രാ ടെൻഷൻസ് ആണ്. സ്തോത്രം. അപ്പോൾ മാനസികമായ വ്യഥകൾ പലപ്പോഴും ശരീരത്തെ കൂടെ ക്ഷയിപ്പിക്കുന്ന അനുഭവങ്ങൾ ഈ മാനുഷിക ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ദൈവത്തോട് അടുത്തിരിക്കുന്നവന്റെ പ്രത്യേകതയാണ് സ്തോത്രം, ദൈവം എന്നേക്കും എന്റെ ഹൃദയത്തിന്റെ പാറയും എന്റെ ഓഹരിയുമാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവത്തോട് അടുത്തു പോകുമ്പോൾ നിർമ്മലീകരിക്കപ്പെടേണ്ടുന്ന മേഖലകളുണ്ടാകും, വിട്ടുകളയേണ്ട മേഖലകളുണ്ടാകും. അത് നമുക്ക് നഷ്ടമല്ലെന്നാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ചിലതിനെ എറിഞ്ഞു കളയുവാൻ തയ്യാറാകുമ്പോൾ അവൻ നമ്മുടെ പാറയായി തീരുകയാണ്. സ്തോത്രം. ചിലത് വേണ്ടെന്ന് വെക്കുമ്പോൾ, ഈ ഒരു ഓഹരി, ഈ ലൗകികമായ ഓഹരി എനിക്ക് വേണ്ടെന്ന് വെക്കുമ്പോൾ അവൻ എന്റെ ഓഹരിയായി തീരുകയാണ്. അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് എന്ത് പറയാനുള്ളത്? അതല്ല സംഗീതക്കാരൻ പറയുന്നത്, ആ നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എന്താ വേണ്ടിയേ? സ്തോത്രം. വെള്ളത്തിൻ കുമിള പോലെ
മിന്നി വിളങ്ങിടുന്ന ജടിക സുഖങ്ങൾ എന്നെ മാടി വിളിച്ചാൽ സുന്ദരനാം മനോഹര നിന്നെ പിന്നി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരെ വലിക്കുമോ വത്സലാ. മണ്ണെ പ്രതി ഒരു തീരുമാനം, ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകയില്ല. ഞാൻ ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകത പറഞ്ഞുകൊണ്ട് ആ സങ്കീർത്തനം അനുഭവിക്കുന്നത് അവസാനിക്കുന്നത് സ്തോത്രം 28-ാമത്തെ വാക്യം, ദൈവത്തോട് അടുത്തിരിക്കുന്നവൻ നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കണം. മുൻപൊരിക്കൽ ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഓർക്കുക, ചുരുങ്ങിയത് 2 വർഷമായി കാണാം, ഈ അനുഭവം ഇല്ലാതൊന്നും ദൈവത്തോട് പറഞ്ഞിട്ടില്ല, മറ്റുള്ളവരോട് കർത്താവിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തെറ്റിദ്ധരിക്കുക. ഒരു സുവിശേഷകനാകുക, ബൈബിൾ കോളേജിൽ 4 വർഷമോ 3 വർഷമോ 2 വർഷമോ 1 വർഷമൊക്കെ പഠിച്ചിട്ടൊക്കെ പോകാനൊക്കെ പറ്റും, അല്ലെങ്കിൽ ചില കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് സ്തോത്രം സുവിശേഷകനാകുക എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സുവിശേഷകനാകണമെങ്കിൽ, ദൈവം പ്രസാദിക്കുന്ന ഒരു സുവിശേഷകനാകണമെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരോട് ആത്മാർത്ഥമായി സ്തോത്രം അവരുടെ രക്ഷയ്ക്ക് ഉതകുന്ന അളവിൽ എനിക്ക് നിങ്ങൾക്കും ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് അടുപ്പിക്കണം. ഇല്ലാതെ ഞാൻ എന്നെ നിർത്തിക്കൊണ്ടാണ് പറയുന്നത്. ബി.ഡി പഠിച്ച് 4 വർഷം വന്നതുകൊണ്ടോ, നാളെ വലിയ പാസ്റ്റർ ആയതുകൊണ്ടോ, സ്തോത്രം ആയിരക്കണക്കിന് ആളുകൾ മുമ്പിൽ വന്ന് അയ്യാ എന്ന് പറയുന്നത് കൊണ്ടോ, ദൈവത്തോട് അടുപ്പമില്ലെങ്കിൽ ഒരു വ്യക്തിയെ ആത്മാർത്ഥമായി ദൈവസന്നിധിയിലേക്ക് നടത്തുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം. ദൈവത്തോട് അടുത്തിരിക്കുക. ദൈവത്തോട് അടുത്തിരിക്കുന്നവൻ ദൈവത്തിന്റെ പ്രവൃത്തികളെ പഠിക്കണം. അതുകൊണ്ട് സുവിശേഷീകരണത്തിനുള്ള ആഹ്വാനത്തിന് മുൻപേ ഞാൻ ദൈവകുഞ്ഞുങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്, ദൈവത്തോട് അടുത്തിരിക്കാൻ തുടങ്ങുക. അവനോട് അടുത്തിരുന്നാൽ അവന്റെ സകല ട്രഷറിയിൽ നിന്നുള്ള സകലവിധമായ അനുഭവങ്ങളും നമുക്ക് ലഭിക്കും. ദുഃഖത്തിൽ ആശ്വാസം അവൻ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്നത് അനുഭവിക്കുവാൻ കഴിയും. അനുഭവിച്ചവൻ വിളിച്ചു പറയുന്നത് സ്തോത്രം. നിന്റെ ഞെരുക്കങ്ങളുടെ മധ്യത്തിൽ കാക്കയെ കൊണ്ട് ആഹാരം തരുവാൻ ദൈവത്തിന് കഴിയും. നീ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത വഴികളിൽ നിനക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തോടടുത്തിരിക്കുക. അനുഭവത്തിൽ നിന്നാണ് വിളിച്ചു പറയുന്നത്. ചിലർ നിങ്ങളെ നിന്ദിക്കുമ്പോൾ, നിങ്ങളെ പരിഹസിക്കുമ്പോൾ, നിങ്ങൾക്ക് വരേണ്ടതിനെ എടുത്ത് മറ്റൊരുവന് കൊടുക്കാൻ ശ്രമിച്ചാൽ നീ തളർന്നു പോകരുത്. ദൈവത്തോട് അടുത്തിരിക്കുക. അവൻ നിനക്ക് തരും. അവൻ തരാൻ വിശ്വസ്തനാണ്. തരും എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെ സന്തോഷിപ്പിക്കാനൊന്നുമല്ല. പക്ഷേ ഞാൻ ഒരു കാര്യം സത്യമായിട്ട് വിളിച്ചു പറയുകയാണ്, ദൈവത്തോട് അടുത്തിരിക്കുന്നത് നമുക്ക് നല്ലത്. ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ് നല്ലത്. കർത്താവിനോട് അടുത്തിരിക്കുന്ന ജനമായി നമുക്ക് ജീവിക്കാം. അതിനായിട്ട് ദൈവത്തിൽ നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ തുറന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.